ഇതിന്റെ തുടക്കം നോക്കിയാണ് ഈ VS-ന്റെ കാലത്താണ് തുറമുഖ മന്ത്രിയായിരുന്ന M. വിജയകുമാറിന്റെ പ്രയത്നഫലം. അന്നാണ് ഈ വിഴിഞ്ഞം പദ്ധതി കാര്യത്തിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടായിരുന്നു. ഈ സൂം ഡെവലപ്പേഴ്സ് എന്ന കമ്പനി വരുന്നു. പിന്നെ ലാൻഡ്കോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി രണ്ടാമത് വന്നു. അന്നത്തെ UPA സർക്കാരാണ് അത് നടപ്പാക്കാതെ അതെ ലാൻഡ്കോ കമ്പനി നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സ്വയം പിന്മാറുകയും ചെയ്തു. 2019 ഈ പദ്ധതിക്കുള്ള പാരിസ്ഥിതിക അനുമതി തന്നെ അന്നത്തെ UPA സർക്കാർ നിഷേധിച്ചു. പിന്നീട് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. 3 വർഷം പദ്ധതി കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് സമരം ചെയ്തത് LDF ആണ്. അതിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. 2013 ഏപ്രിലിൽ പിണറായി വിജയൻ ഒന്നാം കണ്ണിയായി, പന്നൻ രവീന്ദ്രൻ അവസാന കണ്ണിയായിട്ട് വലിയ പ്രതിഷേധ മനുഷ്യച്ചങ്ങല ഒക്കെ നടന്ന കാലമുണ്ട്. പിന്നീട് 2015 അദാനിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ ധാരണയിൽ എത്തുന്നു. ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ട്, പ്രോജക്ട് പൂർത്തിയാക്കണം. അത് ഞാൻ പേഴ്സണലി ശ്രീ പിണറായി വിജയന്റെ മിടുക്കായിട്ടാണ് കാണുന്നത്. കാരണം ഈ സമരം നീണ്ടുപോകുമ്പോഴും അവിടെ ഒരു വെടിവയ്പ് ആഗ്രഹിച്ചിരുന്നു വരും. മറ്റൊരു ഫ്ലോറിയെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തി. പോലീസുകാരന്റെ കാല് തല്ലി ഓടിച്ചു. ഒരു വെടിവയ്പ് ഉണ്ടായില്ലല്ലോ. ഭീകരമായ ഒരു ലാത്തിചാർജ് ഉണ്ടായില്ല. അത്യാവശ്യം ഒരു പ്രഷർ പോലീസ് ഉപയോഗിച്ചു എന്നല്ലാതെ അത് ഈ പറയുന്ന തരത്തിൽ കൃത്യമായ പോലീസിനോടുള്ള ഒരു ഡയറക്ഷന്റെ ഭാഗമായിട്ടാണ്. ഒരു ഏറ്റുമുട്ടലില്ലാതെ ഈ വിഷയം പരിഹരിക്കണം. 140 ദിവസം വൈകി ഒരു കുഴപ്പമുണ്ടാവാതെ LDF-ന് ആ ഇനത്തിൽ ഒരു നഷ്ടം വരാതെ അദ്ദേഹം വളരെ വിദഗ്ധമായി അത് കൈകാര്യം ചെയ്ത് ഇപ്പോ 12-ാം തീയതി കപ്പലടുപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ അംഗീകരിക്കുന്നത്. പല കാര്യത്തിലും LDF-നോട് എതിർപ്പുണ്ടെങ്കിലും ഈ കാര്യം ഞാൻ തുറന്നു സമ്മതിക്കാൻ തയ്യാറാണ്. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ആദ്യമെത്തുന്ന ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോയുടെ വരവോടെ പതിറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വപ്നം കൂടിയാണ് സാക്ഷാത്കാരമാകുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വൻ വികസന കുതിപ്പാണ് സർക്കാരും ജനങ്ങളും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്നത്.